നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 74 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പഞ്ചനക്ഷത്ര കള്ളു ഷാപ്പുകൾ വരും. റെസ്റ്റോറന്റ് കം ടോഡി പാർലർ തുടങ്ങുന്നതിന് കേരള കള്ളു വ്യവസായ വികസന ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചു. സർക്കാരിന്റെ പുതിയ മദ്യനയ പ്രകാരമാണ് നടപടി. സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും തുടങ്ങുക. അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നവർക്ക് ലൈസൻസ് നൽകും. നിലവിലെ കള്ളു ഷാപ്പ് ലൈസൻസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ആധുനിക രീതിയിലുള്ള റെസ്റ്റോറന്റുകളിൽ ബോട്ടിലിൽ നിറച്ച കള്ള് വിളമ്പാനാണ് തീരുമാനം. 4-5 നക്ഷത്ര നിലവാരമുള്ള ഹോട്ടലുകൾക്കും പുതിയ സംരംഭകർക്കും അപേക്ഷിക്കാം. കള്ള് ഷാപ്പുകൾക്കുള്ള ദൂരപരിധി നിയമം ബാധകമാകും. ബാറുകൾക്ക് അനുവദിച്ചതുപോലെ ഇതിൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. പ്രത്യേക കവാടം ഉൾപ്പെടെ നിശ്ചിത സ്ഥലം കള്ള് വിൽപ്പനയ്ക്കായി മാറ്റിവെക്കണം. പ്രായപൂർത്തിയായവർക്ക് മാത്രമേ കള്ള് നൽകൂ. ഫാമിലി റെസ്റ്റോറന്റിൽ നിന്ന് വേറിട്ട് നിൽക്കണം. മറ്റ് സ്ഥലങ്ങളിൽ കള്ള് വിളമ്പാൻ പാടില്ല. കൂടാതെ ഇവിടെ എത്തുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കളിസ്ഥലമുണ്ടാകണം. നാളികേര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും വിപണനത്തിനും പാർലറിന് മുന്നിൽ സൗകര്യമുണ്ടാകും. ബാലരാമപുരം കൈത്തറി പോലെ പ്രദേശത്തിന്റെ തനിമയുള്ള ഉൽപ്പന്നങ്ങളും വിൽക്കാം. 5 വർഷത്തേക്കാണ് ലൈസൻസ്. ഫീസും കള്ള് വിൽപ്പനയുടെ എക്സൈസ് ചട്ടങ്ങളും അന്തിമഘട്ടത്തിലാണ്. കള്ള് കൊണ്ടുവരുന്നതിനും വിൽക്കുന്നതിനും പെർമിറ്റ് ഉണ്ടാകും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടിക അടുത്തിടെ സർക്കാർ വിപുലപ്പെടുത്തിയതോടെയാണ് 74 സ്ഥലങ്ങളിൽ തുടങ്ങാൻ സാധ്യത തെളിഞ്ഞത്.